ആദ്യകാലത്ത് റേഡിയോ മെക്കാനിക്കാണ് ബീരാൻ കോയ. ഇപ്പോൾ വയസ്സ് 87 കെമിസ്ട്രിയിൽ ഉയർന്ന ബിരുദം നേടിയിട്ടുള്ള ബീരാൻ കോയയ്ക്ക് അക്കാലത്ത് വേണമെങ്കിൽ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ബീരാൻ കോയ ഈ പ്രായത്തിലും തന്റെ പണിശാലയിലാണ്. നല്ല വായനക്കാരൻ കൂടിയായ ബീരാൻ കോയയ്ക്ക് സ്വന്തമായി ഒരു ഗ്രന്ഥശാലയും ഉണ്ട്. കോഴിക്കോട് മിഠായിത്തെരുവിൽ എക്സൽ റേഡിയോ എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സ്ഥാപനം ഇവിടെയില്ല. സ്ഥാപനം അടച്ചുപൂട്ടിയതൊന്നുമല്ല. ഉടമ 87-കാരനായ ബീരാൻ കോയ സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഇത് പറിച്ചു നട്ടു. ഈ പ്രായത്തിലും സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുവാനുള്ള സൌകര്യത്തിനായിരുന്നു ഈ സ്ഥാനചലനം. ബീരാൻ കോയ ഈ പണിശാലയിൽ എപ്പോഴും തിരക്കിലാണ്. എന്നാൽ ഈ തൊഴിൽ അദ്ദേഹത്തിന് ഉപജീവന മാർഗമൊന്നുമല്ല. ഈ പ്രായത്തിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് ബീരാൻ കോയയുടെ ജീവിത വീക്ഷണം. റേഡിയോയ്ക്ക് പുറമെ എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ്, ഇസ്തിരിപ്പെട്ടി എന്നുവേണ്ട എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും റിപ്പയർ ചെയ്യുന്നതിൽ ബീരാൻ കോയയ്ക്കുള്ള മിടുക്ക് ഒന്ന് വേറെയാണ്. ഇതുമാത്രമല്ല, പരന്ന വായനയും ബീരാൻ കോയയ്ക്കുണ്ട്. പ്രായം 87 പിന്നിടുമ്പോഴും തകരാറുകൾ കണ്ടുപിടിക്കാനും പരിഹരിക്കാനുമുള്ള ബീരാൻ കോയയുടെ കഴിവിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. BSc കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഇലക്ട്രിക്കൽ ഫ്രണ്ടിനോട് പറഞ്ഞു, നന്നാക്കാൻ കഴിയാത്തൊരു റേഡിയോ കിട്ടണം, ഒന്നോ എത്ര വേണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒന്ന് കൊണ്ടുവന്ന് അത് വീട്ടിൽ വെച്ചിട്ട്, വീട്ടിൽ പവറില്ല, അതിന്റെ നേരെ പള്ളിയിലെ മുമ്പിലെ പള്ളിയിൽ കണക്ഷൻസ് വീട്ടിൽ നിന്ന് എന്റെ കൊടുത്തു. എന്നിട്ട് അത് എന്റെ മേലെ പരിശ്രമിച്ചിട്ട് ഒരു മാസത്തോളം അത് മനസ്സിലാവാനും വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അവസാനമായിട്ട് അത് റിപ്പയർ ചെയ്തു. രാവിലെ 5 മണിക്ക് ശ്രമിക്കും. എഴുതി സ്കെച്ച് 7 മാസം പാല് 2 വർഷം വെച്ചിട്ടുണ്ടോ. പിന്നെ 8 മണിക്ക് ചായ വേണം, പിന്നെ 10 മണിക്ക്, പിന്നെ ഉച്ചക്ക് 1 മണിക്ക് ഇത്തിരി ചോറ്. പഴയകാല സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയായിരുന്നു ബീരാൻ കോയയുടെ എക്സൽ റേഡിയോ. അനേകം സുഹൃത്തുക്കളും അവർക്കിടയിൽ മനഃശുദ്ധിയുള്ള മനുഷ്യനുമാണ് ബീരാൻ കോയ. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ പ്രശസ്തരായ പല ഇലക്ട്രിക്കൽ വിദഗ്ധരുടെയും ആദ്യ ഗുരു ബീരാൻ കോയയാണ്. എന്റെ അടുത്ത് അസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് അവര് പ്രവർത്തിക്കും. അവർക്ക് പോരായ്മകൾ ഞാൻ അതായത് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ ഈ അസിസ്റ്റൻസൊക്കെ പോകും. പിന്നെ ഞാനിരുന്ന് റിപ്പയർ ചെയ്യും. പിറ്റേന്ന് രാവിലെ അത് അസംബിൾ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും. ആ സമയത്ത് എന്താ ഞാൻ ചെയ്തതെന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കും. ഉപകരണങ്ങൾ നന്നാക്കുന്നതിൽ മിടുക്കനായ മെക്കാനിക് മാത്രമാണ് ബീരാൻ കോയ എന്ന് ധരിച്ചാൽ അത് തെറ്റാവും. കാരണം വായനയുടെ വലിയ ഒരു ലോകം തന്നെ ബീരാൻ കോയയ്ക്കുണ്ട്. ബീരാൻ കോയ വായിക്കാത്ത വിഷയങ്ങളും പുസ്തകങ്ങളും കുറവാണ്. ക്യാപിറ്റലിന്റെ ഫസ്റ്റ് ബുക്ക് ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകത്തിന്റെ ക്യാപിറ്റൽ പബ്ലിക്കേഷൻ. അറബി വായിക്കും, മലയാളം വായിക്കും, ഇംഗ്ലീഷ് വായിക്കും, ഫോറിനുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും വായിക്കും. അതിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിനെ പറ്റി ചോദിച്ചാലും ഉടനെ മറുപടി പറയാൻ കഴിയും. ഇലക്ട്രീഷ്യനെ പറ്റിയാണെങ്കിൽ, ഇലക്ട്രിക്കിനെ പറ്റിയാണെങ്കിൽ അതും ബൈ ഹാർട്ടാണ്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അറിവിന്റെ അക്ഷയഖനിയാണ് ബീരാൻ കോയയുടെ ഈ പുസ്തകശാല. കാരണം വിപണിയിൽ ഇല്ലാത്ത പല പുസ്തകങ്ങളും ഈ ശേഖരത്തിലുണ്ട്. എല്ലാ മാഗസീനും, അത് പ്രത്യേകിച്ച് സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസീനാണ് കമ്മ്യൂണിസത്തിന്റെ ഉള്ളത്. അത് ഗോർബച്ചേവ് കമ്മ്യൂണിസത്തിന്റെ അവസാനമായിട്ട് ഏകദേശം കമ്മ്യൂണിസം ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് മാഗസീൻ വരെ എന്റെ കയ്യിലുണ്ട്. മാർക്സിന്റെ മൂലധനം പോലുള്ള ഗ്രന്ഥങ്ങൾ ബീരാൻ കോയയുടെ ചിന്തയെ സ്വാധീനിച്ചവയാണ്. കമ്മോഡിറ്റീസ് ആൻഡ് മണി, ചാപ്റ്റർ 1, സെക്ഷൻ 1, the 2 factors of a commodity, use value and value the substance and പ്രായക്കൂടുതൽ മൂലമുള്ള അസുഖങ്ങൾ ബീരാൻ കോയയെ അലട്ടുന്നുണ്ട്. എന്നിരുന്നാലും രാത്രി വൈകിയും വായന തുടരും.
പകൽ ആരെങ്കിലും ഏതെങ്കിലും ഉപകരണം റിപ്പയറിംഗിനായി കൊണ്ടുവന്നാൽ അതിലേക്ക് വ്യാപൃതനാവും. മടിയോ മടുപ്പോ ഇല്ലാതെ പ്രായത്തെ അവഗണിച്ച് ബീരാൻകോയ പുതിയ ആശയങ്ങൾ തേടുകയാണ്.